അപ്പം നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത് അഡ്മിഷൻ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വരണത് വരെയാണേ. ഇപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് പോവാണേ. ക്ലാസ് തുടങ്ങുന്നത് 2-ാം തീയതി ആണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോയത് 1-ാം തീയതി ആയിരുന്നേ. അതായത് ഞായറാഴ്ച രാവിലെ ഇവിടുന്ന് ട്രെയിൻ കയറി. ഇതൊരു കാര്യം പറയുമ്പോഴത്തേനും തുടക്കം മുതൽ പറയണമെന്നാണല്ലോ. അപ്പോൾ തുടക്കം മുതൽ പറഞ്ഞു തരാം. അങ്ങനെ ട്രെയിൻ കാത്തു നിന്ന് ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി അങ്ങനെ യാത്ര തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എൻ്റെ കൂടെ വരാനുണ്ടായിരുന്നേ. അവൾ വർക്കല സ്റ്റേഷനിൽ നിന്നായിരുന്നു കയറുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ കഴക്കൂട്ടത്ത് നിന്നു. മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലിക്കൊപ്പം ട്രെയിനിൽ പോകുന്നതെന്ന്. സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ട്രെയിനിൽ 2 വിഭാഗമുണ്ടെന്ന്. അൺറിസർവ്ഡ് സീറ്റ്, റിസർവ് സീറ്റ്, അങ്ങനെ 2 വിഭാഗം സീറ്റുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ അന്നേരമാണ് അറിയുന്നത്. അപ്പോൾ ചെക്കർ വന്ന് കയറിയിട്ട് ഞങ്ങളോട് പറഞ്ഞു എക്സ്ട്രാ ഫീ അടച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ URലോട്ട് പോവാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ചേട്ടനും അമ്മയും കൂടി URലോട്ട് പോകാനായിട്ട് ട്രെയിൻ ഒരിടത്ത് നിർത്തിയപ്പോൾ ഇറങ്ങി. അവിടെ വച്ച് വർക്കലിൽ നിന്ന് കയറിയ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ ഞാനും അവളും കുറേ നേരം, എനിക്ക് അന്നേരം വരെ ബോറടിച്ച് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും അവളും കൂടി കാര്യം പറഞ്ഞ് അങ്ങനെ അങ്ങിരുന്നങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്ന് 2 പേരും കിടന്നുറങ്ങി. ഓരോരുത്തരും ഓരോ വഴിക്കായി. അതിനിടയ്ക്ക് അമ്മ വേറൊരു ബോഗിയിലും ഞാനും ചേട്ടനും വേറൊരു ബോഗിയിലും അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിളിച്ചിട്ട് അവിടെ സേഫാണോ, എങ്ങനെയാണോ, ഓക്കെ ആണോ, ചേട്ടൻ്റെ അടുത്താണോ നീ ഇരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് വിൻഡോ സൈഡിൽ ഒരു സീറ്റായിട്ടുണ്ടല്ലോ, ആ ഒരു സീറ്റായിട്ട് കിട്ടിയേ. അതവൾക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവൾക്ക് ആ സീറ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് എറണാകുളത്ത് നല്ല മഴയൊക്കെ ആയിട്ട് അവിടുന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ഹോസ്റ്റലിലോട്ടാണ്. ഹോസ്റ്റലിൽ നിന്ന് അവർ തന്ന ഫോംസൊക്കെ ഫില്ല് ചെയ്ത് ഇറങ്ങിയിട്ട് അമ്മയും ചേട്ടനും വീട്ടിലോട്ട് പോവുകയും ചെയ്തു. ഞങ്ങളെ ഹോസ്റ്റലിൽ നിർത്തി. Bye-bye.